ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് റമദാൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 8 അല്ലിയാണ് എടുത്തിട്ടുള്ളത്, അത് നീളത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഇഞ്ചി അരിഞ്ഞത്, പഴുത്ത ഒരു തക്കാളി. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ്, ഇതാ കണ്ടില്ലേ, നമ്മൾ ചായ കുടിക്കുന്ന ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി വരണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കത്തിച്ചാൽ മതി കേട്ടോ. സ്റ്റവ് ഒന്നും കൂടി ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ. നന്നായിട്ട് കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു 5 മിനിറ്റിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറി റെഡി. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ ഈസിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്